അമ്മച്ചി അമ്മച്ചിയുടെ പഴയ കാലത്തെ പെസഹ ദുഃഖ വെള്ളിയാഴ്ച ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? പെസഹയുടെ പറയാം ആ ആദ്യം. പെസഹായിക്ക് പള്ളി കഴിഞ്ഞ് വന്ന് പിന്നെ കാപ്പൂടി കഴിഞ്ഞ് വന്നാലേ പെസഹായിക്ക് അപ്പത്തെ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങും. തേങ്ങ ഇരണ്ടി അരച്ച് ഉഴുന്നും വെളുത്തുള്ളിയൊക്കെ പൊളിക്കണം. ഉഴുന്ന് വന്നാൽ തൊണ്ടുള്ള ഉഴുന്നാണ്. അത് വെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞ് കളയണം തൊണ്ട്. എന്നുവെച്ചാൽ അരച്ചെടുക്കണം. എന്നുവെച്ചാൽ അമ്മ ഇത് കുഴയ്ക്കും. അമ്മ കുഴച്ച് പരത്തി പിള്ളേരൊന്നും തുടിക്കലോ കേട്ടോ. അമ്മയെ ഉണ്ടാക്കും. പിള്ളേരൊന്നും കഴിയിട്ട് വരയ്ക്കാൻ സമ്മതിക്കാതമ്മ. എന്നുവെച്ചാൽ അതെല്ലാം അമ്മ തന്നെ പരത്തി ചെമ്പുകളത്തിൻ്റെ അകത്ത് തീയ വെക്കും. തീയ വെച്ചാൽ നമ്മൾ പള്ളി പോവും. ആരാധനയ്ക്ക് നടുപള്ളി പോവും. 2 മൈൽ നടന്ന് 2 മൈൽ ദൂരം നടന്നാ പോന്നെ. എവിടെ പോയാലും എത്ര മണി തമിഴ്നാട്ടും മല്ലിശ്ശേരി തന്നാട ഇടവക അവിടെ പോകും. പെസഹായിക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിച്ചൊരുങ്ങുന്നതും നോമ്പും? പെസഹായിക്ക് പ്രാർത്ഥന പറഞ്ഞാൽ ഈ അപ്പം ഉണ്ടാക്കുമല്ലോ. അപ്പം പുഴുങ്ങിയ പാത്രം എല്ലാം കൂടെ എടുത്ത് പ്രാർത്ഥനാ മുറി കൊണ്ടുവെക്കും. എന്നുവെച്ചാൽ ഈ പാല് കാഴ്ചതും കൊണ്ടുവെക്കും. എന്നുവെച്ചെങ്കിൽ പകർന്ന് കുടിക്കാനുള്ള ഗ്ലാസ്സുകളും അപ്പം മാംസം കഴിഞ്ഞ് ഒന്നും പറഞ്ഞു പോയി. കൊച്ചു നമുക്ക് കിട്ടിയല്ല. അമ്മച്ചിയുടെ ഡെലിവറി ഭയങ്കര പ്രശ്നകരമായിരുന്നല്ലേ? അമ്മച്ച ഒരുപാട് മണിക്കൂറുകൾ എടുത്തു. ഡോക്ടേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടുപോകുന്നു. വീടിനകത്തായിരുന്നു പ്രസവം. പക്ഷെ അമ്മച്ചി ഒന്ന് കരയുകയോ ഉറക്കം നിലവിളിക്കുകയോ ഒന്നും ചെയ്യാണ്ട് എല്ലാം സഹിച്ചു. ഇങ്ങനെ പല്ലും കടിച്ചു. ഈശോ കുരിശേ കിടന്ന് എന്താ കഴിച്ചു. നേരെ അന്നത്തെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെരിഞ്ഞു പോലും കിടത്തിയില്ലെന്നേ. ഡെലിവറി സമയത്ത് അമ്മച്ചി ഈശോ കുരിശേ കിടന്നാണ് ഓർത്തത്. അതിന് 7 ദിവസം നടന്നുകൊണ്ട് തന്നെ പാടാ. അമ്മച്ചിയുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു. ഒരുപാട് പേര് അമ്മച്ചിയെ തിരിച്ചു കിട്ടുന്ന ഓർത്തില്ലല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വരാൻ കൊണ്ടായിരിക്കും എത്ര കിട്ടിയത് കേട്ടോ. എനിക്ക് കുഞ്ഞിനെ അമ്മച്ചിയെ കിട്ടുമെന്ന് വിചാരിച്ചല്ലേ? അയ്യോ, അന്ന് പുളിക്കും വന്നപ്പോഴേ പറഞ്ഞു കൊച്ചിന് അനക്കമില്ലെന്ന്. കാരണം അമ്മച്ചി പക്ഷെ ഒന്നും ഉറക്കം കരഞ്ഞു പോലും തല തുറന്നെടുക്കാവുന്ന എനിക്ക് കേൾക്കാം. ഞാൻ കേട്ടു. അന്നേരം ഈ കട്ടിലിൽ ഇങ്ങനെ തിരിച്ചു കിടത്തിയേ ഇങ്ങനെ ഇഴുകിയതായിട്ടായിട്ട്. എന്നുവെച്ചാൽ എൻ്റെ ചേട്ടത്തിയും ആ നേഴ്സും ഉണ്ട്. അപ്പുറം ഭയങ്കര ചാച്ചിയും ഇവരപ്പുറം ഇപ്പുറം കാലിങ്ങനെ ചവിട്ടി ഇങ്ങനെ പിടിച്ചോന്നെ. ആ ഡോക്ടർ കട്ടിൽ ഇഴുകിയ ചവിട്ടിക്കൊണ്ട് വലിച്ചെടുത്തത്. അപ്പൊ അമ്മച്ചി ഒന്ന് ഉറക്കം കരഞ്ഞു പോലുമല്ലോ ഇത്ര വേദന എടുത്തിട്ട്. അമ്മച്ചി ഉള്ളിൽ എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒത്തിരി വേദനയായിട്ട് എനിക്ക് തോന്നിയില്ല. അമ്മച്ചി എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഈശോ കുരിശേ കിടന്ന് ഇങ്ങനെയല്ലേ എന്തായാലും വേദന എടുത്തു. എന്നുവെച്ച് പിന്നെ അനങ്ങാതെ 7 ദിവസം കിടന്നപ്പോൾ